ഹലോ. അപ്പോൾ അമ്മയെ കഴുത്തറുത്ത് വന്ന മകൻ അവൻ പറഞ്ഞു, എന്നെ ഇങ്ങനെയാക്കി തീർത്തത് ഇവരാണ്, ഇനി ഒരു അവസരം കിട്ടിയാൽ അച്ഛനെയും ഞാൻ കൊല്ലുമെന്ന്. അപ്പോൾ അവൻ്റെ വൈരാഗ്യം അത്രമാത്രമാണ്. നിന്നെ എങ്ങനെയാക്കി തീർത്തു എന്നാണ് നീ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം നിന്നെ കണ്ടിട്ട് ബുദ്ധിവൈകല്യമോ അംഗവൈകല്യമോ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. മിടുക്കനായ ഒരു അജാനബാഹുവായ ചെറുപ്പക്കാരനാണ് നീ. നിനക്ക് അവരെ കഴുത്ത് അറുക്കാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ആ ശക്തി ഉള്ളത് നീ തെളിയിച്ചിരിക്കുന്നു. ഇനിയും നിനക്ക് ഒരു ജീവൻ കൂടി എടുക്കാനുള്ള ശക്തി ആർജിച്ചാണ് നീ നിൽക്കുന്നത്. അപ്പോൾ അത് നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് നീ ചിന്തിച്ചായിരുന്നു. നീ ആലോചിക്കുക. നീ എന്നല്ല, നിന്നെ പോലെ ചിന്തിക്കുന്ന ഓരോ മക്കളും ആലോചിക്കുക. ഇവിടെ ബുദ്ധിവൈകല്യമുള്ള അംഗവൈകല്യമുള്ള ഒന്ന് എണീറ്റ് നിന്ന് അമ്മേനെ ഒന്ന് തൊടാൻ, അല്ലെങ്കിൽ അമ്മയെ എന്ന് വിളിച്ച് ആ സ്നേഹവാത്സല്യം എന്താണെന്ന് ആസ്വദിക്കാൻ പോലും പറ്റാത്ത മക്കളെ പൊന്നുപോലെ തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവിതവും ഒക്കെ ത്യജിച്ച് നോക്കി വളർത്തുന്ന ഒരുപാട് അമ്മമാരുണ്ട്. എണ്ണിയാൽ തീരാത്ത, എടുക്കാൻ പറ്റാത്ത അമ്മമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാക്കി തീർക്കണം? അപ്പോൾ നിങ്ങളെ ആക്കി തീർത്തതിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഒരു കുഞ്ഞ് വയറ്റിൽ ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ സ്വപ്നങ്ങളൊക്കെ പതുക്കെ കുഴിച്ചു മൂടാൻ തുടങ്ങും, ആഗ്രഹങ്ങളും എല്ലാം. പിന്നെ താനായി തൻ്റെ കുടുംബമായി തൻ്റെ ഫാമിലി, തൻ്റെ മക്കൾ, അതാണ് അമ്മ ചിന്തിച്ച് തുടങ്ങുന്നത്. തിരിഞ്ഞു കിടന്നാൽ പ്രശ്നമാവോ, ഇങ്ങോട്ട് കിടന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമാവോ, നേരെ കിടന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമാവോ? അങ്ങനെ 10 മാസം അത് കഴിഞ്ഞ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദനയിലൂടെയൊക്കെ കടന്നുപോയി കുഞ്ഞിനെ പ്രസവിച്ചെടുത്ത് പാല് കൊടുക്കുമ്പോൾ നെറുകയിൽ പാല് കയറുമോ എന്ന ഭയം, കുഞ്ഞിന് എന്തെങ്കിലും വരുമോ ആ ഭയം, അത് കഴിഞ്ഞ് കുളിപ്പിക്കാൻ പോയോ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ ആ ഭയം, എല്ലാം കഴിഞ്ഞ് പിച്ച വയ്ക്കാനും വർത്താനം പറയാനും ഒക്കെ തുടങ്ങുന്നത് കണ്ട് ആ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും കണ്ട് ആസ്വദിച്ച് ആ ആസ്വാദനത്തിലൂടെ തന്നെ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷങ്ങൾ ബാക്കിയുണ്ടോ, എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടോ, ഒന്നും ചിന്തിക്കില്ല. എല്ലാ അമ്മമാരും അവിടെ തൻ്റെ ജീവിതം അടിയറവ് വയ്ക്കും. തൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പിന്നെ അവരെ ആക്കി മാറ്റും, തൻ്റെ ഫാമിലി, തൻ്റെ മക്കൾ, തൻ്റെ കുടുംബമാക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വളർത്തി വലുതാക്കി നിർത്തിയിട്ട് പിന്നെ ഒന്നും ആക്കിയില്ല എന്ന് പറയുന്ന മക്കളോട് എന്താണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്? ഒരമ്മയുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ഏത് മക്കൾക്കാണുള്ളത്? ഈ ലോകത്ത് ഒരു മക്കൾക്കും അമ്മയുടെ ജീവൻ എടുക്കാനുള്ള അവകാശമില്ല. കാര്യം അവരെ എന്താക്കി തീർക്കാനും ഉള്ള ഒരു ചോദ്യം ചോദിക്കാനും പോലും അവകാശമില്ല. അവരെ പ്രസവിച്ച് വളർത്തി വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ചോദ്യങ്ങളും ചോദിക്കാനുള്ള ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാം. പക്ഷേ എന്നാലും ആ അമ്മ എന്നുള്ളൊരു സത്യം, അമ്മ എല്ലാം ത്യജിച്ച് അവർ പിന്നെയും നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. എന്നിട്ടും തീരുന്നില്ല നിങ്ങളുടെ ആക്രാന്തവും അഹങ്കാരവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മകനെ, നിനക്ക് മാപ്പില്ല. ദൈവത്തിൻ്റെ കോടതിയിൽ നിനക്ക് മാപ്പില്ല. എന്ത് തന്നെയാണെങ്കിലും നീ അതിൻ്റെ ഉത്തരം എണ്ണി പറയേണ്ടി വരും. പ്രത്യേകിച്ച് അമ്മ എന്നൊരു വലിയ സത്യത്തെയാണ് നീ അറുത്ത് മുറിച്ച് എറിഞ്ഞതെന്നുള്ളത്. ഒരുപാട് ലഹരിക്ക് അടിമയായിട്ടുള്ള കുട്ടികളിപ്പോൾ ഉണ്ട്. ഒരുപാട് പേര് വഴിതെറ്റി പോകുന്നുണ്ട്. അവരൊക്കെ ഏത് തലത്തിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ലഹരി നിങ്ങൾക്ക് തരുന്നത് ആ നിമിഷ നേരത്തെ ഒരു സുഖം മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന, അതാണ് സുഖമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ ആ നിമിഷം കഴിഞ്ഞാൽ മറ്റൊരു ലോകമുണ്ട്. അവിടേക്ക് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. നിങ്ങൾക്ക് ലൈഫില്ല. അവിടെ നിങ്ങളുടെ ലൈഫ് അവസാനിച്ചു. പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം അപ്പോൾ ലഹരിക്ക് അടിമയാകാൻ നീ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലഹരിക്ക് അടിമ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളുക, നിങ്ങൾക്ക് ലൈഫ് ഇല്ല. നിങ്ങൾ എന്ത് സുഖത്തിൻ്റെ പേരിലാണ് ഇത് അനുഭവിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടം മാത്രം.